മീനച്ചിൽ താലൂക്കിൽ നിന്ന് 400 പെൺകുട്ടികൾ ലവ് ജിഹാദിൽ പോയിട്ടുണ്ട് എന്നാണ് പ്രസിദ്ധ കുറ്റാന്വേഷണ വിദഗ്ധനായ PC ജോർജിന്റെ പുതിയ കണ്ടെത്തൽ. PC ജോർജിന് CIA-യെക്കാളും CBI-യെക്കാളും അതുപോലെ ക്രൈംബ്രാഞ്ചിനേക്കാളും ഒക്കെ അറിവുള്ള ആളാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ലവ് ജിഹാദ് കേരളത്തിൽ നിന്ന് ഒരു കുട്ടി പോലും പോയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രി പാർലമെന്റ് പ്രഖ്യാപിച്ചു. ഇത് അദ്ദേഹം കേട്ടോന്ന് എനിക്കറിയില്ല, ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല. പക്ഷെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് കുട്ടികൾ പോയ വിവരം സാക്ഷാൽ PC ജോർജിന് അറിയാം. സത്യത്തിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇയാൾ ജയിലിൽ തന്നെ സ്ഥിരം കിടക്കേണ്ട ആളാണ്. കാരണം ഒരുപക്ഷെ കേരളത്തിൽ ശശികലയൊക്കെ നമ്മൾ വലിയ വിഷം, അതുപോലെ ചില മത നേതാക്കന്മാരെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയൊന്നുമല്ല. ഇത് ക്രൂര വിഷമാണ്, ഉള്ളിൽ തികട്ടി വരികയാണ്. PC ജോർജ് പറഞ്ഞാൽ, ഒരു മധുസൂദനൻ നായരുടെ കവിതയുടെ ഭാഷ പറഞ്ഞാൽ, ചുറ്റും വിഷച്ചൂര് തേക്കുന്ന പ്രസംഗമാണ്, വിഷമാണ്. ആ വിഷം ഇനി കേരളത്തിൽ പുറത്തു വരാൻ പാടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞതെന്താ, ഈരാറ്റുപേട്ടയിൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്നു. അതെവിടെയാ പൊട്ടിക്കുക എന്ന് എനിക്കറിയാം. അറിയാമെന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോയി. അയാളുടെ കയ്യിലല്ലേ, അയാൾ വല്ലേ BJP-യുടെ നേതാവല്ലേ, NIA ഒക്കെ ഉണ്ടല്ലോ, അതങ്ങ് പറഞ്ഞു കൊടുത്താൽ പോയി. ഈ പ്രസംഗിക്കണതിനാ നീ? ഒന്ന്, ലവ് ജിഹാദ് പോയി എന്ന് ഇയാൾ എത്ര അച്ഛനും അമ്മയും പരാതി കൊടുത്തിട്ടുണ്ടോ? 400 പരാതി ഉണ്ടോ മീനച്ചിൽ താലൂക്ക്? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കുമല്ലോ. തങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതിൽ 21 പേരെ തിരിച്ചു കിട്ടിയ 21 പേര് തിരിച്ചു കിട്ടല്. ഒരാണും പെണ്ണും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ മതം ഏതായാലും ജാതി ഏതായാലും വിശ്വാസം ഏതായാലും അവർ കല്യാണം കഴിക്കുക എന്നുള്ളത് 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടി 21 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിക്കുക എന്നുള്ളതിന് ഇന്ത്യൻ നിയമത്തിൽ ഒരു തടസ്സവുമില്ല. ഇത് PC ജോർജ് എന്ന് പറഞ്ഞ കുറെ കാലം MLA ആയിരുന്ന ചീഫ് വിപ്പായിരുന്നു. ഈ മനുഷ്യനെ അറിയില്ലേ? അപ്പൊ ഇനി മുസ്ലിം ആൺകുട്ടി വേറൊരു ജാതിയിലെ പെൺകുട്ടിയെ, കത്തോലിക്കയോ വേറെ ഹിന്ദുവോ ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അതെങ്ങനെ നിയമവിരുദ്ധമാവുക? അതെങ്ങനെ ലവ് ജിഹാദ് ആവുക? ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം കല്യാണം കഴിയും മാത്രമേ ഉള്ളൂ. തിരിച്ചോ, മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു കല്യാണം കഴിച്ചാൽ അത് ജിഹാദാവും? അതൊന്നും എനിക്കറിയില്ല, ഇയാളുടെ എന്താ വർത്താനം. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി പടച്ചുവിട്ട വാക്കാണ്. ഒരു 5-8 വർഷം മുമ്പ്, 5-6 വർഷം മുമ്പ് ഈ PC ജോർജാണ് ഇവരുടെ ഏറ്റവും വലിയ വക്താവായി കേരളത്തിൽ വന്ന് SDPI-യുടെ യോഗങ്ങളിൽ നിരന്തരം പ്രസംഗിച്ചിട്ടുള്ള ഒരാൾ PC ജോർജാണ്. ഇപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ കുഴപ്പമായി തോന്നി, അത് വേറെ കാര്യം. അത് അദ്ദേഹത്തിന്റെ പ്രാദേശികമായ രാഷ്ട്രീയമാണ്. അപ്പോ ഇപ്പൊ അദ്ദേഹം രണ്ടാമത് നടത്തിയ പ്രസംഗം, അതിലും പ്രധാനപ്പെട്ട നിയമപ്രശ്നമുണ്ട്. അദ്ദേഹം ചാനലിലിരുന്ന് വിഷം ചീറ്റിയതിന് കേസെടുത്ത് കേസിൽ ജാമ്യത്തിലാണ് അദ്ദേഹം. ജാമ്യത്തിന്റെ ഒരു പ്രധാന വ്യവസ്ഥ കുറ്റം ആവർത്തിക്കില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം കുറ്റം ആവർത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ അവിടെ ആളുകൾ കേസ് പോയിരിക്കുന്നു, പരാതി കൊടുത്തിരിക്കുന്നു. നമ്മുടെ പോലീസ് കേസ് എടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല പോലീസ് കേസൊന്നും എടുക്കാൻ സാധ്യല്ല. കാരണം ചില ആളുകൾക്ക്, ഭരണത്തിലിരിക്കുന്ന ചില ആളുകൾക്കും ഇത്തരം ചില ഇസ്ലാമോഫോബിയ വർത്തമാനങ്ങൾ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഇറക്കേണ്ട ആവശ്യമുണ്ട്. അവര് PC ജോർജിനെ ടൂളായിട്ട് ഉപയോഗിക്കുകയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഈ വാർത്ത ഇതിപ്പോ PC ജോർജ് ഇങ്ങനെ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ പടർന്ന് പോകും. ഇത് സത്യമാണ് എന്ന്, സത്യമല്ല എന്ന് അറിയുന്ന ആളുകൾ എത്ര പേരുണ്ട്? സത്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രചരിപ്പിക്കും PC ജോർജിനെ പോലെ ഒരാളെ പറയണേ. അപ്പൊ തീർച്ചയായിട്ടും വളരെ ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, മുൻ MLA എന്ന നിലയിൽ, ഉത്തരവാദപ്പെട്ട ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ കടുത്ത ഭരണഘടനാ ലംഘനമാണ്, നിയമലംഘനമാണ് PC ജോർജ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യം അടിയന്തരമായി റദ്ദാക്കണം. ഇനി അദ്ദേഹത്തിന് ജാമ്യത്തിന് ഒരർഹതയുമില്ല. ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ നെഞ്ചുവേദന വന്ന് വീണ്ടും ആശുപത്രിയിലാക്കുമെന്ന് അറിയില്ല. ഏതായാലും ഒരർഹതയുമില്ല. അദ്ദേഹത്തിന് അടിയന്തരമായി അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കി ജയിലിലടയ്ക്കണം. കാരണം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അത് അനുസരിച്ചാണ് ഇന്ത്യൻ പൗരൻ ജീവിക്കേണ്ടത്. വർഗീയ വിഷം ചീറ്റുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കുന്ന ഒരു വളരെ ഗൗരവതരമായ ക്രിമിനൽ നടപടി സംഗതിയാണ്. ആ ക്രിമിനൽ നടപടി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ നാക്ക്, അന്ന് പറഞ്ഞ നാക്ക് പിഴയാണ്, ഞാൻ ചാനലിലിരുന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് നാക്ക് പിഴയൊന്നുമല്ലല്ലോ, ഇത് വളരെ കൃത്യമായി പറഞ്ഞതല്ലേ. അദ്ദേഹം തെളിയിക്കട്ടെ.
ഒരു നുണ, പച്ച നുണ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും പൊതുപ്രവർത്തകനായിരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനം ഇന്ത്യയുടെ കാരാഗ്രഹം തന്നെയാണ്.